ഹേ എവ്രി വൺ, ദിസ് ഇസ് സാവി ഹിയർ. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ടൈമാണല്ലേ. എനിക്ക് ഫസ്റ്റ് എക്സാം വരുന്നത് ജൂൺ 13 BPCG 172. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BCOS 183യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു 15 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ട ഒരു ടോപ്പിക്സാണ്. ഓക്കെ, 15 ടോപ്പിക്സ് പറയും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ടോപ്പിക്സ് നിങ്ങൾ പോയി ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കി വെച്ചോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, കമ്പയർ കമ്പ്യൂട്ടർ വേഴ്സസ് സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിൻ്റെ പേർപ്പസ്, കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും തമ്മിൽ ഉള്ള കമ്പാരിസൺ ആണ് ഒരുപാട് ചോദ്യപേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ്, സൈസ്, അതിൻ്റെ കപ്പാസിറ്റി, ഡാറ്റ ഹാൻഡ്ലിംഗ് ഒക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഇത് വരുന്നത് യൂണിറ്റ് ഫസ്റ്റിലാണ്. അതിൽ ഇൻട്രൊഡക്ഷനിലോ മറ്റോ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ടൈം പോവും. ഇതാകുമ്പം പോയിൻറ്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിനെ പറ്റിയിട്ട് യൂണിറ്റ് 3 പറയുന്നത്, ബ്ലോക്ക് 1. വാട്ട് ഈസ് ഗൂഗിൾ ഡോക്ക്, പിന്നെ ഗൂഗിൾ ഷീറ്റ്സ്, സ്ലൈഡ്സ് ഒക്കെ, ഗൂഗിൾ ഫോംസിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കി വെച്ചോ. അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഇനി തേർഡ് പോയിൻ്റ് വെബ് ബ്രൗസേഴ്സാണ്. അതിൽ ഏതാണ് പോപ്പുലർ, ഒരു 4 പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതാൻ വരാറുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത് മൾട്ടിമീഡിയേൻ്റെ അഡ്വാൻറ്റേജസ്, യൂസേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് പാർട്ട് ബി ടെക്സ്റ്റിൽ യൂണിറ്റ് 14 കൂടുതൽ പറയുന്നുണ്ട്. ആ ബ്ലോക്ക് 4 മുഴുവൻ പവർ പോയിൻറ്റും മൾട്ടിമീഡിയയൊക്കെയാണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 14 മൾട്ടിമീഡിയ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ക്യാപ്ച കോഡാണ്. അത് യൂണിറ്റ് 6 വരുന്നത്. അതിൻ്റെ ടൈപ്സ് പിന്നെ പർപ്പസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കോ. യൂണിറ്റ് 6 6.10 എന്ന് പറയുന്ന സെഗ്മെൻറ്റിലാണ് ക്യാപ്ച കോഡിനെ പറ്റിയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടെസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പേയ്മെൻറ്റ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ UPI കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് നോക്കിക്കോ. ഇത് യൂണിറ്റ് 8 വരുന്നത്. അതിൽ തന്നെ പ്ലാസ്റ്റിക് മണിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് MS വേർഡ് 9th യൂണിറ്റ്. ആ യൂണിറ്റ് മൊത്തം MS വേർഡാന്ന് തോന്നുന്നു. അത് എല്ലാം ഒന്ന് നോക്കിക്കോ. പിന്നെ വരുന്നത് ഹാർഡ്വെയർ വേഴ്സസ് സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ്. ഇത് യൂണിറ്റ് 1 വരുന്നത്. അതിൽ ലാസ്റ്റ് തൊട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കോ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ നോക്കിക്കോ. ഇതൊക്കെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ്. അതിൽ തന്നെ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അത് ചോദിച്ചിട്ടുണ്ട്. അതും നോക്കിക്കോ. പിന്നെ യൂണിറ്റ് 6 സൈബർ സെക്യൂരിറ്റി, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് കുറേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അത് നോക്കിക്കോ. അതിൽ തന്നെ OTPയും ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് ക്യാപ്ച കോഡും വരുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചോ. ഇതൊക്കെ 2-3 പ്രാവശ്യം തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ 15 പോയിൻറ്റ്സ്. ഇത് പാർട്ട് 1 പാർട്ട് 2 ഞാൻ ചെയ്യാൻ നോക്കാം. എനിക്കും എക്സാംസാണ്. അപ്പോൾ കൺക്ലൂഷൻ ആയിട്ട് മെയിൻ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞത്: 1 കമ്പ്യൂട്ടർ വേഴ്സസ് സ്മാർട്ട് ഫോൺസ്, 2 ഗൂഗിൾ ഡ്രൈവ്, 3 വെബ് ബ്രൗസേഴ്സ്, 4 മൾട്ടിമീഡിയ, 5 ക്യാപ്ച കോഡ്, 6 പ്ലാനറ്റ് സിസ്റ്റം. അത് വാലറ്റ് എന്നൊരു യൂണിറ്റിൽ വരുന്നത്.
ആണ്. ഈ വാലറ്റിനെ പറ്റിയിട്ടും ഒന്ന് നോക്കിക്കോ. പിന്നെ UPI അതിൽ തന്നെ വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് മണി. 10th point MS Word. 11th point advantages and disadvantages of computer. 12th one application of computer. 13th evolution of computer. 14th cyber security. And the last 15th OTP. ഈ 15 പോയിൻറ്റ്സ് ഒന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി പഠിച്ചോ. ഓക്കെ, see you next video. Bye.